നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ പറയാ 9 മണിക്ക് വരാമെന്ന്. എനിക്ക് തോന്നുന്നത് ഏടൻ ഉഴപ്പി പാതിരാത്രിയാകുന്ന. ഊണ് കഴിഞ്ഞ് അവനെ ഇവിടുന്ന് വിടാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു നോക്കിയതാ. നിധി തന്നെയാ അവന് വളം വെച്ചു കൊടുത്തത്. പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ പ്രമാണം. ഇന്നവൻ 9 മണിക്ക് വരട്ടെ, നാളെ 8 മണി, മറ്റന്നാളെ 7 മണി, അങ്ങനെ. അവസാനം അച്ഛനെ പോലെ ഒരു പണിക്ക് പോവാതെ ഏടൻ വീട്ടിൽ കുത്തിയിരിക്കട്ടെന്നല്ലേ? നിനക്ക് കളിയാക്കല് കുറച്ച് കൂടുന്നുണ്ടേ. സ്ഥാനം മറന്ന് അച്ഛനോട് സംസാരിച്ചാലേ നല്ല ചുട്ട അടി തരും ഞാൻ. കേട്ടല്ലോ? അമ്മേ, വീട്ടിൽ നിന്ന് എന്റെ അമ്മ വിളിച്ചിരുന്നു. ശിവാനി സിനിമയിലൊന്നും അഭിനയിക്കാതെ വീട്ടില് തിരിച്ചെത്തി. ഞാനിത് പ്രതീക്ഷിച്ചതാ. അവള് മുംബൈയിലൊന്നും പോയിട്ടില്ലായിരുന്നു. അവളെ ഞാൻ മുമ്പൊരിക്കൽ സിറ്റിയിൽ വെച്ച് കണ്ടിരുന്നു. ശിവാനിയെ കണ്ട വിവരം ഗോപിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. നിന്നോട് പറഞ്ഞു വിഷമിപ്പിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അവൾ ഇന്നാണ് വീട്ടിലെത്തിയത്. അതെ അമ്മേ. ഏയ് അല്ല ചേച്ചി, ഒരു രാത്രി കാമുകന്റെ പിടിയിൽ രക്ഷപ്പെട്ടത് അവളെന്റെ കാറിൽ കയറിയായിരുന്നു. ഞാൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. അല്ല പ്രണവ്, അവൾ ഇന്നാ വീട്ടിലെത്തിയത്. അല്ല, ഞാൻ ശിവാനിയെ വീട്ടിലാക്കിയതാ. എന്നോട് അവൾ കരഞ്ഞോണ്ട് കുറെ സംസാരിച്ചു. അവൻ അവളെ വിൽക്കാൻ പോലും ശ്രമിച്ചു. എന്തെങ്കിലും ആവട്ടെ, അവൾ ഈ കുടുംബത്തിൽ വന്ന് കേറിയില്ലല്ലോ. അത്രയും സമാധാനം. പ്രശ്നം അതല്ലമ്മേ, അമ്മായി ശിവാനിയെ വീട്ടിൽ കയറ്റുന്നില്ല. അവർക്കെന്താ പ്രശ്നം? അവളെ ഇത്രയും വൃത്തികെട്ടവളാക്കിയത് രേണുകയല്ലേ? അമ്മായിയെ ചതിച്ചിട്ട് പോയ ശിവാനി വീട്ടിൽ കയറണ്ടെന്നാ അമ്മായി പറയുന്നത്. പക്ഷേ ശരിക്കുള്ള പ്രശ്നം അതാവില്ല. നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് അമ്മായിയെ പിടികൂടുമെന്നായിരിക്കും പേടി. കേസ് വേണ്ടാന്ന് നമ്മളന്ന് പോലീസിനോട് പറഞ്ഞതല്ലേ, പിന്നെന്താ? അത് അമ്മായിക്ക് അറിയില്ലെങ്കിൽ പേടി ഇരുന്നോട്ടെ എന്ന് കരുതി ഞാനൊന്നും പറയാനും പോയില്ല. ഞാനൊന്ന് ചെന്ന് കേസില്ലെന്നും പറഞ്ഞ് അമ്മായിയെ സമാധാനിപ്പിക്കണമെന്നാ എന്റെ അമ്മ പറയുന്നത്. ശിവാനിയെ തെരുവിലേക്ക് തള്ളിവിടാൻ പറ്റില്ലല്ലോ. നിന്നെ ഇത്രയധികം ദ്രോഹിച്ചവളോട് സഹതാപം കാട്ടേണ്ട ആവശ്യമില്ല മോളെ. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട അങ്കിൾ. ഒരു മുതിർന്ന പെൺകുട്ടിയല്ലേ, തെരുവിൽ കഴിയാൻ പറ്റൂ? അവള് സൂയിസൈഡ് ചെയ്യോ മറ്റോ ചെയ്താ ഈ ജന്മം എന്റെ കുറ്റബോധം മാറുമോ? അല്ല, അത് മാത്രമല്ല, അവളുടെ കൂടെ ഉണ്ടായിരുന്നവര് ഒട്ടും ശരിയല്ല. അവര് ശിവാനിയെ പിടിച്ചുകൊണ്ട് പോയി വീണ്ടും വിൽക്കാൻ ശ്രമിക്കും. എനിക്ക് പോണം, ഞാൻ ചെല്ലാതെ ശരിയാവില്ല. മോൾ ഇവിടുന്ന് പുറത്തിറങ്ങരുന്നല്ലേ വസു പറഞ്ഞിരിക്കുന്നത്? വസു പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. സ്വന്തം വീട്ടിലൊരാവശ്യം വന്നാ പോകാതിരിക്കാൻ പറ്റുമോ? അത് മാത്രല്ല, ഏടനും ചേച്ചിയും കൂടി ഇന്ന് ഔട്ടിങ്ങിന് പോവാനിരിക്കല്ലേ. അതും വസന്തരാന്റെ തടയോ? ആന്റി അന്നേരത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും. ഇനി നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വസു വെറും വാക്ക് പറയാറില്ല. നിങ്ങളൊന്നും വെറുതെ ഇരിക്കേ. എവിടെയെങ്കിലും പോണെങ്കിൽ നിധി അവളുടെ ഭർത്താവിന്റെ അനുവാദം മാത്രം ചോദിച്ചാ മതി. ഞാൻ പറഞ്ഞ ഗൗതം സാർ എതിർക്കില്ല. അതെ, നീ അവനെ വിളിച്ച് കാര്യം പറ. വേഗം പോയിട്ട് വരാൻ നോക്ക്. ചെല്ല്, നീ വിളിക്കേ. ശരി അമ്മ. ഈശ്വര, നിധി വിളിക്കുകയാണല്ലോ. ഞാൻ കൊച്ചിയിലേക്ക് പോകുന്ന എങ്ങനെയാ പറയുക? അമ്മ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണെന്ന് അറിഞ്ഞ ഒരു ഭൂകമ്പത്തിന് അത് മതി. സാർ കട്ട് ചെയ്തല്ലോ. കട്ട് ചെയ്തതാവില്ല, കട്ടായതായിരിക്കും. നീ ഒന്നുകൂടി വിളിക്ക്. എന്തെങ്കിലും തിരക്കായിട്ട് കട്ട് ചെയ്തതാണെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കുന്നത് ശരിയാവില്ലല്ലോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എത്ര തിരക്കാണെങ്കിലും ഹസ്ബൻഡ് വൈഫിന്റെ കോൾ എടുത്തിരിക്കണം. അതാ നിയമം, അല്ലേ മേ? യാമിനിക്കേ, ആവേശം ഇത്തിരി കൂടിപ്പോയി. നീ അവനെ ഒന്നും കൂടി വിളിക്കും മോളെ. നിധി വീണ്ടും വിളിക്കുന്നല്ലോ. ശരിക്കും ആലോചിക്കാതെ സംസാരിച്ചാൽ ശരിയാവില്ല. വീണ്ടും കട്ട് ചെയ്തു. തൽക്കാലം ഒരു മെസ്സേജ് ഇടാം. അവളോട് എന്തു പറയണമെന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം.
നീ ഏതായാലും നിന്റെ വീട്ടിലേക്ക് ചെല്ല്. ഗൗതമിനോട് കാര്യം ഞാൻ പറയാം. അതാ നല്ലത്. പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് മോള് ചെല്ല്. ഉം. ഗൗതം സാറിന്റെ മെസ്സേജാ. സാർ ബിസിയാണ്, തിരിച്ചു വിളിക്കാന്നാ മെസ്സേജ് ഇട്ടത്. എങ്കിൽ വീട്ടിൽ പോവാണ് ചേച്ചി തിരിച്ചു മെസ്സേജ് ഇട്. ഏയ് അതൊന്നും വേണ്ട, നീ പോവാൻ നോക്കുമോളെ. എടാ നീ ഫ്രീ അല്ലേ? നിന്റെ കാറില് നിധിയെ കൊണ്ടുപോ. ഇനി അധികം വൈകണ്ട. ഒരു 5 മിനിറ്റ് ഞാൻ പോരെ. ചെല്ലേ. ഞാനും റെഡി ആയിട്ട് വേഗം വരാം. ഇവള് വീട്ടിൽ പോയതറിയുമ്പോ വസു പ്രശ്നമുണ്ടാക്കുമെന്ന എന്റെ പേടി. വസു 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 ഇങ്ങനെ പേടിക്കാൻ അവൾ എന്താ പടച്ച തമ്പുരാട്ടിയോ? ആ, ഈ കുടുംബത്തിലെ പടച്ച തമ്പുരാട്ടി അവള് തന്നെയാ. വേഗം വാ. ദേ വരുന്നു. ഏട്ടത്തി ഇവളെയും കൊണ്ട് കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണോ? അല്ല, നീ വന്നത് നന്നായി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ശിവാനി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന്. രേണുക്ക് അവള് വീട്ടിൽ കയറ്റുന്നില്ല. നിധി ഒന്ന് പോയി സംസാരിക്കട്ടെ, അതല്ലേ നല്ലത്? ഓ, അപ്പോ നിധി വീട്ടിലേക്ക് പോവാണ്. ഞാൻ വരുന്നതിന് മുമ്പ് പോയിട്ട് വരാനാവും എല്ലാവരും കൂടി പദ്ധതി ഇട്ടത്. അപ്രതീക്ഷിതമായി ഞാൻ വന്നു കയറിയതോടെ പ്ലാൻ പൊളിഞ്ഞു. അതല്ലേ സത്യം. ആന്റി, അതിലൊരു കറക്ഷൻ ഉണ്ട് ആന്റി. ആന്റി വരുന്നതിന് മുൻപ് തിരിച്ചെത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല. ആന്റിയുടെ വരവും പോക്കും എന്റെ വിഷയമേ അല്ല. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. അതിൽ ആന്റിക്ക് എന്തിനാ എതിർപ്പ്? അങ്ങനെ സ്വയം തീരുമാനമെടുക്കാൻ പറ്റില്ല. ഈ വീട്ടിലുള്ളവർ എന്റെ ചൊൽപ്പടിക്ക് ജീവിക്കണം. ഏട്ടത്തെയും മരുമോളെ അത് പഠിപ്പിച്ചിട്ടില്ലേ? ആന്റിയുടെ ചൊൽപ്പടിക്ക് ജീവിക്കണമെന്ന് ഇവിടെ ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാ തന്നെ ഞാനത് അംഗീകരിക്കുകയില്ല. ഏട്ടത്തി, 30 വർഷം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് ഇവൾക്ക് പറഞ്ഞു കൊടുക്ക്. ആ കരാർ പ്രകാരം 30 വർഷമായി ഞാനാണ് ഈ വീട്ടിലെ പ്രധാനി. എന്റെ തീരുമാനങ്ങൾ എല്ലാവരും അനുസരിക്കും. വെറുതെ ചിരിപ്പിക്കല്ല ആന്റി. ഇന്നലത്തെ കരാറ് വരെ ഇവിടെ ലംഘിക്കപ്പെടുന്നു. ഒരു കരാറുണ്ടെന്നും പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഈ കുടുംബം മുല്ലപ്പെരിയാർ അണക്കെട്ടൊന്നും അല്ല. എന്നോട് തർക്കിക്കാൻ നീ വളർന്നു അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനുവാദമില്ലാതെ ഇവിടുന്ന് പോയാൽ തിരിച്ച് നീ ഈ കുടുംബത്തേക്ക് വരണ്ട. അനുവാദം വാങ്ങേണ്ടവരോട് അനുവാദം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആരാ നിനക്ക് വീട്ടിൽ പോകാൻ അനുവാദം തന്നത്? പ്രണവിനെയും കൂട്ടിപ്പോകാൻ ഇവളെ ഞാനാ അനുവദിച്ചത്. അനുവാദം വാങ്ങേണ്ടത് ഏട്ടത്തിൽ നിന്നാണോ? ഏട്ടനും ആന്റിയും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ചേച്ചി അമ്മയോട് അനുവാദം ചോദിച്ചു. അമ്മ അത് സമ്മതിക്കുകയും ചെയ്തു. ആന്റി ഇത് വലിയ പ്രശ്നമാക്കരുത്. നിധിയെയും ഗൗതമിനെയും അകറ്റാൻ ഇതൊരു സുവർണ അവസരമാണ്. ഇത് മുതലെടുത്ത് രണ്ടിനെയും തമ്മിൽ തെറ്റിക്കാം. ആന്റി, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. ഇത് എന്റെ ഒരു റിക്വസ്റ്റാ. എന്തേലും ആവട്ടെ, ഞാൻ ഇനി എതിർക്കുന്നില്ല. എന്റെ വാക്കുകൾക്ക് വിലയില്ലാതായി പോയെന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. യു, വസുവിന്റെ എതിർപ്പ് പെട്ടെന്ന് മാറിയല്ലോ. ഇതിലും വലിയ ബഹളം ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും പ്രണവിന. അടുത്ത ജനറേഷന് തന്റെ തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ടെന്ന് ആന്റിക്ക് തന്നെ തോന്നി. അതാ അടങ്ങിയത്. പിന്നല്ലാതെ 30 വർഷം മുമ്പത്തെ ഒരു കരാർ. ആന്റി ഇപ്പോഴും ജീവിക്കുന്നത് ഏതോ പഴയ യുഗത്തില. ചേച്ചി വാപ്പോ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. തിരക്കൊക്കെ കഴിഞ്ഞ് ആന്റി പറയുന്ന ഈ 30 വർഷ കരാറിന്റെ കഥ അമ്മ എനിക്ക് പറഞ്ഞു തരണം.